Yo, what's up everybody? Today's vlog 2026 ആദ്യത്തെ vlog proceed. നമ്മളെ ഫൈസൽ നമ്മളെ കൂടെ ഉണ്ട്, റാഷ് നമ്മളെ കൂടെ ഉണ്ട്, ദില്ലി നമ്മളെ കൂടെ ഉണ്ട്. 2026 ആദ്യത്തെ മന്തി കഴിക്കാൻ വേണ്ടി we are just waiting bro. See this person? It's a rocking star of the year. Pookie, the Faisal the Pookie. And he's Rashid. The cutie pie. See? Talk about the face, bro. Oh, man. Really? 2026 എന്തെങ്കിലും പുതിയ മോട്ടീവ് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? തീരുമാനിച്ചിട്ടില്ല. എന്താണ് പുതിയ മോട്ടീവ്? എന്ത് പറയാത്ത? Why? കാരണം? Any specified reason? ഫൈസ എന്താ 2000 പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കി എന്തെങ്കിലും സ്പെസിഫൈഡ് പ്ലാൻസ് ഓർ സംതിങ്? വെരി ഗുഡ്. ഭാര്യ പണിക്ക് വിട്ടാൽ മതി. ആൻഡ് ഗൈസ്, ദിസ് ഈസ് മൈ ബോയ്സ് ചാനൽ. ഇറ്റ്സ് DS Explore. എനിക്ക് തന്നെ 9 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഇവര് 491 ഉണ്ട്. എന്നാൽ ഇവരൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ പ്രൊമോഷൻ ആണ് ഗൈസ്. പ്ലീസ് ഗോ ആൻഡ് സബ്സ്ക്രൈബ്സ്. എന്റെ 9 പേര് പറ്റുമെങ്കിൽ ഇവരൊന്ന് ഫോളോ ചെയ്യുക. 500 ആവും. സത്യം പറഞ്ഞാല് ഈ എന്റെ ഫോളോവേഴ്സ് മലയാളികളാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എന്റെ അവസ്ഥ. നോ ഐഡിയ. കാരണം എന്റെ ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇതാണ്. മേബി കാരണം ഫിലിപ്പീൻസ്, തായ്ലൻഡ്, മൊറോക്കൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സ് കവറേജ് ആ ഏരിയ ആണ്. അതുകൊണ്ട് വീഡിയോ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോണ്ടിരിക്കുക. അത് അവന്റെ ഫ്രണ്ട് അഭിരാമി. സത്യം അഭിരാമി. എനിക്കറിയാം നമ്മളെ ഫ്രണ്ടാ. കുഞ്ഞോട്ട ചാടി none of their business. അരെ എന്തെങ്കിലും ആവട്ടെ, അവരിരുന്നോട്ട്. ശ്രദ്ധിച്ചു 2026 തുടങ്ങിയത്. അതിന്റെ നിങ്ങൾ എന്തിനാ അവരാധിക്കുന്നത്? ഇങ്ങനെ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ള മണിക്കൂറുകളായി അങ്ങനെ ഫുള്ള് വീഡിയോ ബീപ്പിടേണ്ടി വരും. ഞാൻ മന്തിയോടെ പറഞ്ഞിട്ടുള്ളല്ലേ. മന്തി കുഴിയെടുക്കാൻ പോയാ അണയരുത്, റാശി അണയരുത്. അതാ നമ്മളെ മന്തി സാധനം വന്നു. രാത്രി തൈര് കുടിക്കും. രാത്രി തൈര് കുടിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്റെ വ്ളോഗ് ഒരുപാട് കാണും. ഡോക്ടർമാരെ കമന്റ് ഇടും. മനുഷ്യനായ ചിരിക്കണം. 26 എങ്ങനെയെങ്കിലും എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഹയറായ ഒരു വർഷം ആവട്ടെ എല്ലാവർക്കും. എന്റെ ലൈവിൽ എത്ര 2 പേരെങ്ങാണ്ട് വരും. അല്ല എന്റെ ലൈവിൽ എന്റെ കൂടെ കണക്ട് ചെയ്യാൻ വരും. അല്ല വരും. എന്റെ ലൈവിൽ 40-40 പേര് വരും. 40 ഇന്നാ എനിക്ക് ഇപ്പൊ കാണണം. ഓണാക്കി ഒരു മണിക്കൂർ ഇരിക്കണം. ഈ പാതിരാത്രിയാ അതൊന്ന് കാണിച്ചു കൊടുറാ. നിന്നെ കൊണ്ട് പറ്റും. ദില്ലി നിന്റെ അഭിമാനത്തിന് അവൻ എന്താ പറയാ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞാനും ഒരു കൂടെ കണ്ട് വണ്ടി ഓടി വരുമ്പോ പാട്ടിട്ട് ഒരാള് കാണും. നവാബിടം ഇടുന്നതല്ല.
പക്ഷെ നവാബിന്റെ ലൈവിന് വരലുണ്ട്, അത്യാവശ്യം നല്ലോണം വരലുണ്ട്. ഈ സലാഡ് കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം? സീനാണ് കേട്ടാ. ഈ സൂപ്പ് എന്തിനാ? എടാ ഈ സൂപ്പ് എന്ത് സൂപ്പാണ്? എടാ ഇതെന്ത് സൂപ്പാണ്? കുടിച്ചിട്ട് എന്ത് തോന്നുന്നു? സൂപ്പല്ലേ എന്ത് കുടിച്ചിട്ട് എന്ത് സൂപ്പ് തോന്നുന്നു? നാട്ടിലെ മന്തിയല്ലേ, ആ. ഇവിടുത്തെ മന്തി എന്ന് പറയുമ്പോൾ കഴിക്കാനുള്ളതാണ്. എക്സാക്ട്ലി. ശരിക്കും ഇവിടത്തെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കുടിക്കേണ്ടതല്ല. ഈ സാധനം ഞാനാണ് കുടിച്ച് ആദ്യം ഒഴിച്ച് കഴിച്ചു തുടങ്ങി. അതിന് ശേഷം നീ ഇപ്പൊ ഈ ഇടയ്ക്കാണ് തുടങ്ങി. ആര് പറഞ്ഞു? ചുമ്മാ എടുക്കൂലായിരുന്നു. ആര് പറഞ്ഞു? എടാ രണ്ട് മൂന്ന് ടൈപ്പ് സൂപ്പുകളുണ്ട്. തിക്കായിട്ട് വരുന്ന സൂപ്പാണെങ്കിൽ നമ്മൾ കുടിക്കാറുള്ളതാണ്. ഇല്ല നീ ഒഴിക്കലില്ല. ഇല്ല നീ ഒഴിക്കലില്ല. നാട്ടില് കൊറേ ചോറ് വെച്ചിട്ട് മന്തിന്റെ പേര് ഞാൻ ഒഴിക്കില്ലേ? ഒഴിക്കും. എനിക്കിത് സമ്മതിച്ചേ പറ്റും. ജീവൻ മരണ പോരാട്ട പ്രശ്നമാണ്. അവന്റെ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. ആരാണ് ആദ്യം ഒഴിച്ചത്? നീ എന്നാ മന്തി നീ എന്നെ കണ്ടുപിടിച്ചത്? നീ സൂപ്പ് പിടിച്ചതിനൊക്കെ എന്താ പറയാനുള്ളത്? ഫോണിൽ കളിക്കല്ലേ? ഞാൻ ലൈവ് പോകണം. ചുമ്മാ നീ ഓഫ് നീ 50 പേരൊക്കെ വരെ സമ്മതിച്ചു. അവൻ ലൈവ് ഇട്ട് 50 പേരെ കാണിച്ചിട്ട് പോകാൻ വയ്ക്കുള്ളൂ. രാവിലെ 10 മണി ഇരുന്ന ആളെ നീ അവിടെ വെച്ചാണ് ലൈവ് തുടങ്ങി. ചുമ്മാ നീ വൈകൂടാ. ഈ സൂപ്പർ എന്താ പറയാനുള്ളത്? പറ. മഞ്ഞ കളർ വെള്ളം. വേറെ സ്പെസിഫൈഡ് എന്തായിട്ട് എന്തെങ്കിലും ടേസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ടേസ്റ്റ് തോന്നാനില്ല. വെരി ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാല് ഈ സലാഡില്ലേ, ഈ ലീഫ് ആരെങ്കിലും ഹെവി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടോ? ഈ ലീഫിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ലീഫിന്റെ പേര് ഇതാണ് ജിർജർ. ഈ ലീഫിന്റെ പേരാണ് ജിർജർ. So it's like a kind of a vitamin that's giving energy from the ജിർജർ. നിന്റെ 9 ഫോളോവേഴ്സിന് നിന്റെ മുഖം കാണാൻ ആഗ്രഹമാണ്. ഇല്ല വേണ്ട. ആ 9 പേർക്കും ആഗ്രഹം കാണാം. ഇല്ല. കഴിച്ചാണ്ടോ? ഞാൻ ഈ സാധനം കഴിക്കുന്ന ശീലമില്ല. പക്ഷെ 26 ഒരു തുടക്കം ജിർജിർ കഴിച്ചുകൊണ്ടാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നീ എത്ര ഫാറ്റ് ഓൺ അടിച്ച് കയറ്റി എന്നിട്ട് ജിർജിറുണ്ടല്ലോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പൊന്നു മോനെ അരിയോ സമീകോ സാധനമാണ്. ഈ നീ നോർമൽ ആകെ തിരിച്ചു ചോദിക്കാണ്, ഈ അറബ് കമ്മ്യൂണിറ്റി ആൾക്കാരാണ് കൂടുതൽ ഫാറ്റ് കഴിക്കുന്നത് ആണല്ലേ? എന്ത് ചെറിയ ഫംഗ്ഷൻ ആവട്ടെ, വലിയ ഫംഗ്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് ഒട്ടകം മാസത്തിലോ വർഷത്തിലാണോ ഇതൊക്കെ കഴിക്കണത്? ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങൾ പൈസ ഉണ്ടോ അതിന്? എത്ര 20 ഒട്ടകത്തിനാ? മറ്റേ നിന്റെ ഉണ്ടാ? ഗൈസ് ടുഡേ ഈസ് മന്തി സ്പോൺസർഡ് ബൈ റാഷിദ്. അല്ലല്ല നിന്റെ പൈസ ഉണ്ട്. നിന്റെ എല്ലാം ഉണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാല് അതായത് ഈ അറബ് കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ. ഞാൻ പറഞ്ഞത് ബാക്കി പറയട്ടെ. അറബ് കമ്മ്യൂണിറ്റി കൂടുതലും മീറ്റ് കഴിക്കുന്ന, എന്നിട്ടും അവർ ഹെൽത്തിയാണ്. അവർ കഴിക്കുന്ന കഴിപ്പ് ഒരു ഏഷ്യൻ വംശജ നമ്മൾ കഴിച്ച, ഒരു ഇന്ത്യൻ വംശജ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ല, എന്നെ പോലെ എന്നെക്കാൾ അപ്പുറം ഫാറ്റ് ആയിട്ട് ഇല്ലാതായി പോകും. പക്ഷെ അവര് കഴിക്കുന്ന സമയത്ത് ഭയങ്കര അതിന്റെ കൂടെ എന്താ പറയാ വെജിറ്റബിൾസും. എന്താവാത്തെ? രാവിലെ ബാക്കി പറയട്ടെ. ഉച്ചക്ക് മന്തി എന്നും നിന്റെ പൈസ ഇല്ല. കഴിഞ്ഞ ആഴ്ച ഇവനെ വിളിച്ചിട്ട് എവിടെ വരണമെന്ന് വെച്ചപ്പോ അല്ല, കഴിഞ്ഞ ആഴ്ച ഇവനെ വിളിച്ചിട്ട് എവിടെ വരണമെന്ന് വെച്ചപ്പോ എന്ത് ഡയലോഗ് പറഞ്ഞ അറിയാ? ഫണ്ടില്ല, പടത്തിന് ഫണ്ടില്ല. നീ ഡെയിലി മന്തി, രാത്രി ഫുൾ ഷോ ആയി, രാവിലെ ഒന്നും അങ്ങനെ കഴിക്കലില്ല. എന്തായാലും പോസ്റ്റ് ചെയ്യില്ലേ?
ഇന്നലെ വിളിച്ചപ്പോ ഉച്ചക്കല 2 ഇഡ്ഡലി മാത്രം കഴിച്ചു കൊടുത്താണ് ഇവ ഏറ്റവും പറഞ്ഞത്. Sometimes happen. വെച്ച് മോയ് എന്താ സംഭവിക്കാന്ന് അറിയില്ല കേട്ടോ. വയറ്റിൽ നിന്നൊക്കെ നല്ലോണം പോകുന്നുണ്ടല്ലോ. വയറ്റിൽ നിന്നൊക്കെ നല്ലോണം പോകുന്നുണ്ടല്ലോ. വീട് ഹോസ്റ്റലില് എവിടെ ആ മോനെ കാല് കവച്ച് ചിരിക്കുന്ന ഇരിപ്പ് നോക്കി. ഇന്നത്തെ ഓക്കെ 2026 ഒരു റെവല്യൂഷൻ അതിനെന്താ പറയുമല്ലോ നമ്മള് ഈ വർഷം തുടക്കത്തിൽ നമ്മൾ എന്തോ എടുക്കുന്ന ഒരു റെവല്യൂഷൻ എന്താ പറയുമല്ലോ. അല്ലടാ നമ്മൾ ഈ 2000 ഓരോരോ ഒരു പ്രതിജ്ഞ കണക്ക് നമ്മൾ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ. അങ്ങനെ നീ എന്താണ് ആഗ്രഹിക്കുന്നത് പറ. ആ അതെന്തെങ്കിലും ഒരു ദൃഢനിശ്ചയം അവളെ കിട്ടുന്നല്ലാതെ വേറെ എന്തെങ്കിലും പറ. ഞാനെന്താ നിന്റെ വീഡിയോ കാണുന്ന ഫോളോവേഴ്സിൽ കുറച്ച് ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കാം. എന്താണ്? വെറുതെ ഫോൺ നോക്കിയിരുന്ന സമയം കളയാണ്ട് 10 പൈസ എടുക്കുക, ഈ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടെങ്കിൽ ലോകത്ത് എന്തോ പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തോ ഉള്ളു. അതിപ്പോ ഉമ്മായി വാപ്പായി വെച്ചിട്ട് ബാക്കിയുള്ള ആരാണെങ്കിലും കാമുകയാണെങ്കിലും ഉറപ്പായിട്ടും പൈസ ഉണ്ടെങ്കിൽ ആരും ഉള്ളു. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. 2026 റെവല്യൂഷൻ എന്ത് പറയും? ഹോണസ്റ്റ് ആയിട്ട് ക്യാമറ നോക്കി പറ. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാറുണ്ടോ പറ. ഇല്ലടാ, തീരുമാനമൊന്നുമില്ല. ഒരു മാറ്റം നിനക്ക് വരുത്താനില്ല. നല്ലപോലെ പോയാ മതി. ആരോഗ്യവും ആഫിയത്തും തന്നാ മതി. ബാക്കിയൊക്കെ താനെ ഉണ്ടാവും. നല്ലൊരു 26 ആവട്ടെ. അവന്റെ 26 എന്ന് പറഞ്ഞ നല്ലൊരു 26 ആവട്ടെ. ആമീൻ ആമീൻ. ദില്ലി നിന്റെ എങ്ങനെയാണ്? എനിക്ക് കുറച്ച് പൈസ വേണം. എല്ലാവർക്കും വേണ്ട പൈസ മാത്രമല്ല, 2020 കുറച്ച് മതിയാകും. പൈസ മാത്രമല്ല, ആരോഗ്യം വേണം. ആരോഗ്യം വേണം, അത് തന്നെ. ആരോഗ്യം വേണം, പൈസ വേണം, പിന്നെ നല്ലൊരു ലൈഫ് പാർട്ണർ വേണം, പിന്നെ ഒരു അതാണ് മെയിൻ. അത് സൈഡിൽ ഇങ്ങനെ ഇത് കൊടുക്കണം. ഫുൾ നെയിം എന്താ? ഹൈറ്റ് ഫുൾ നെയിം എന്താ? വാപ്പയുടെ പേര്? ഉമ്മാന്റെ പേര് എന്തിനാ അതൊക്കെ? ഇല്ല ഇല്ല 176. വെയിറ്റ് പറയത്തില്ല. ജോബ് ബാങ്കിങ് പ്രൊഫഷണലാണ്. ഓക്കെ. മന്ത്ലി ആവറേജ് സാലറി ഇൻ ബിറ്റ്വീൻ? ഇന്ത്യൻ മണി? ഇല്ലല്ലേ? ഇന്ത്യൻ മണി മലയാളിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 1 lakh ഓഫ് കോഴ്സ് മലയാളിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സോ 1 lakhന് 120K ഇടയ്ക്ക്. അപ്പൊ ഗൈസ് ആരെങ്കിലും പെണ്ണുണ്ടെങ്കിൽ കൊടുക്കണം, സഹായിക്കണം. ഐ മീൻ ഹെൽപ്പ് ചെയ്യണമെന്നല്ല, നല്ല ചെറുക്കനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ കമന്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽസ് അയച്ച നമ്പറൊക്കെ ഞാൻ അയച്ചു തരാം. ഓക്കെ. 2026 എന്തെങ്കിലും റെവല്യൂഷൻ വല്ലതും ഉണ്ട് ചെയ്യാൻ വേണ്ട? എന്താണ്? നല്ലോണം സമ്പാദിക്കുക. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലത്. അത് മതി. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. സംഭവിച്ചുകൊണ്ട് കഴിഞ്ഞത് നോക്കണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതായത് ബാക്കിലോട്ട് നോക്കി നടക്കരുത്, മുന്നോട്ട് നോക്കി നടക്കാം. ബാക്ക് നോക്കി നടക്കാവോ? ബാക്ക് നോക്കി നടക്കാം. ചളക്ക് കിട്ടുമ്പോഴത്തേക്ക് നോക്കി നടക്കണ്ടേ? ബാക്ക് നോക്കി മുമ്പോട്ട് നടക്കണം അല്ലേ? അപ്പൊ നിന്റെ റെവല്യൂഷൻ അതാണ്. ഓക്കെ. ഞാൻ കാര്യം പറയട്ടെ. ട്രൈപോഡ് ഉണ്ടായതുപോലെ കോമഡി ഉണ്ട്. അത് ഇത് കട്ട് ചെയ്ത് പറഞ്ഞു. ഫസ്റ്റ് ഞാനും നമ്മള് ഞാൻ യവനും കൂടെ ഇവിടെ പോയി. ഫസ്റ്റ് നമ്മള് സംഭവം പറഞ്ഞാല് ഫസ്റ്റ് എടാ, അതായത് ഞാന് ആദ്യമായിട്ട് എയർപോർട്ട് ഇതല്ല ഇത് ഗോപ്രോയില് 10 എടുത്ത സമയം. എന്നിട്ട് ഞാനും അവനും കൂടെ ഒരു കടയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എൻ്റെ ട്രൈപോഡ് ഇരിക്കുന്നത്. അവര് വിചാരിച്ച് ഞാൻ എന്തോ വലിയ ബ്ലോഗറാണെന്ന്. അവര് വന്നിട്ട് നമുക്ക് എന്താ അന്ന് എന്ത് കഴിക്കാൻ തന്ന? കോക്കനട്ട് പുഡിങ് നമുക്ക് കഴിക്കാൻ തന്നെ. നമ്മള് എനിക്ക് ചിരിക്കണം ഇറങ്ങി ഓടണം.
പിന്നെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്താ അതുകൊണ്ട് പിന്നെ പിടിച്ച് ചെയ്യുന്നു. നിങ്ങൾ വല്ല വാട്സപ്പിലൊക്കെ അയച്ച് ശല്യം ചെയ്താണ്. ഞാൻ സ്വന്തമായിട്ട് മുടി മൊത്തം മാത്രമേ കിടക്കുകയായിരുന്നു, താടി സെറ്റ് ചെയ്യാൻ. പിന്നെ ഇല്ല മുടിയില്ല, എന്റെ മുടി അവന്റെ ഒന്നുമില്ല. എനിക്കിന്നവരെ വെറുപ്പിക്കാൻ പറ്റില്ല ഉടച്ചവരെ. ഇന്ന് തരണം എന്നുള്ളതുകൊണ്ട് വെറുപ്പിക്കുന്നില്ല. ചിലരെ വെറുപ്പിക്കില്ല. എന്റെ സ്വത്താണ്, എന്റെ ഉയരാണ്, എന്റെ ചുട്ടുമണിയാ ചുട്ടുമണി. അതിന്റെ കാര്യമില്ല. ഫുള്ള് ചുട്ടുപണിയും ചുട്ടാപ്പികളും ചുട്ടുമണി. വേറൊരു സാധനമുണ്ട്, കുഞ്ഞ. അവള് എന്തിനാ വിളിക്കുന്നത്? ഞാൻ അവളെ പാറു എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ അവള് നിന്നെ പറയൂ. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്നു. അവളെന്നെ വിളിക്കണേ. ഇങ്ങോട്ട് നോക്കി പറ, ക്യാമറ നോക്കി പറ. എന്താണ് അവളെന്നെ കാക്കാന്നായിരിക്കും വിളിക്കണേ. എനിക്കെന്തോ ഞാൻ എങ്ങനെ എന്താ വിളിക്കണേ ശ്രദ്ധിച്ചിട്ടില്ല. നല്ലത്, ശ്രദ്ധിക്കാത്ത നല്ലത്. നിന്നെ എന്താ, നീ എന്തിനാ വിളിക്കുന്ന അവളാ? അവള് നിന്നെ എടാ, നിനക്ക് പെണ്ണില്ലാത്തോണ്ട് ഞാൻ ഫ്യൂച്ചർ ടെൻഷനിൽ ചോദിക്കുകയാണ്. പെണ്ണില്ലാത്തോണ്ടല്ലോ, നല്ലതിനെ കിട്ടാത്തോണ്ടാ. ഓക്കെ, അവള് നിന്നെ എന്താണ് വിളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? തള്ളക്ക് വിളിച്ച് നിന്നെ ഇന്നത് വിളിച്ചാൽ കൊള്ളാം. എന്നെ കാക്കൂന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിന്നെ എന്തിനു വിളിക്കുന്നതാണ് താല്പര്യം? അത് അവൾക്ക് ഇഷ്ടമുള്ള വിളിക്കണല്ലേ ബെറ്റർ. അങ്ങനെ പ്രത്യേകിച്ച് എടാ കുട്ട, ചക്കര, തേനെ, വാവേ, മുത്തെങ്ങും അതൊന്നും വേണ്ട. നോർമലി എന്താണോ വിളിക്കേണ്ടത് അതന്നെ പോട്ടെ. നീ എന്താണ് കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഞാന് ഇല്ലടാ, കാരണം ഈ വർഷം 2026 കല്യാണം ഉണ്ടാവും? 2026 ഉണ്ടാവൂല. നീയോ? 26 ഉണ്ടാവൂല. നിനക്ക് 26 പെണ്ണ് കിട്ടും? അറിയില്ല. ഇപ്പൊ കിട്ടിയ അപ്പൊ കേട്ടോ. 100 ഇപ്പൊ കിട്ടിയപ്പോ കേട്ടോ. ഉണ്ടോ? അല്ല, നിന്റെ ചോര കേട്ടപ്പോഴേ ഇപ്പൊ കിട്ടിയാ കെട്ടുന്ന അവസ്ഥയെ പാവം നിൽക്കാണ്. സോ ഗൈസ്, അല്ല അപ്പം ഗൈസ്, ദില്ലിക്ക് അവൻ ആഗ്രഹമുള്ളൊരു പെണ്ണ് എങ്ങനെ ആയിരിക്കും എന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പറയാം, എങ്ങനത്തെ കൊച്ചു നിനക്ക് വേണം? കുലസ്ത്രീ വേണം? ജസ്റ്റ് ഫുഡിന്റെ ചോദിച്ചു, നമുക്കത് പിന്നെ അത് നമുക്ക് സെക്കൻഡ് വേറൊരു വ്ലോഗ്. നിനക്ക് എങ്ങനത്തെ പെണ്ണാണ് ആവശ്യം? പെണ്ണായിരുന്നാ മതി. ഇന്നത്തെ സിറ്റുവേഷൻ എന്താ ഈ സംഭവം? സൂപ്പ്. താങ്ക് യു. I think it was soup. എടാ, ലാറ്റിൻ അറബിക്കിലെ സൂപ്പ് എന്ന് പറയുന്ന അതാണ് സൂപ്പ് ശരിക്കും പറഞ്ഞാൽ. أخوي عندك في هذا خضر فيه بابا هذا مسبيق. അതില് നിങ്ങൾക്ക് വിശപ്പ് കുറവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുള്ളൊന്നും നമുക്ക് ഒന്നുകൂടെ എത്തൂല. ഇവിടത്തെ ഫുള്ള് ഇതാണ്. ഇതിനെല്ലാം ഫുള്ള് പറയണം. എനിക്ക് വേണമെന്നില്ല. നിനക്ക് ഇത്ര പറ്റൂലേ? മന്തി മാറി. എങ്ങനെയുണ്ട് മന്തി? നല്ല ടേസ്റ്റ് ഉണ്ടോ? ശരിക്കും ചിക്കന്റെ പീസ് ഉണ്ടല്ലോ, അതാണ് അതിന്റെ ടെക്സ്ചറും ടെൻഡറും ഒക്കെ തരുന്നത്. അവിടെ എന്റെ സൂപ്പ് ഞാൻ അവിടെ വെച്ചിരുന്നു. നീ എടുത്തു എന്ന് എനിക്കറിയാം. ഈ സൂപ്പിലേക്ക് എങ്ങനെ എന്റെ സൂപ്പ് ഒഴിച്ചിട്ട് ഇച്ചിരി ചട്ടിനിയുടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഈ റൈസ്. എന്നാ മട്ടൻ ബിരിയാണി വെച്ചത്? ആ മട്ടൻ ബിരിയാണി വെച്ച ആൾക്കാർ കഴിച്ചായിരുന്നു. എടുക്കാത്തത് എടുത്തോണ്ട് ഇറങ്ങണ്ടായിരുന്നോ? നല്ല ടേസ്റ്റ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അടിപൊളി മന്തി, സൂപ്പർ ടേസ്റ്റ്, നല്ല ടെക്സ്ചർ, നല്ല സ്മെല്ല്. മന്തി കണ്ടു ഷെഫ് ഫൈസ് എന്നാ പറയുന്നത്?
പൊട്ടണോ തൊണ്ട കുറിയിരിക്കണം പൊട്ടു ഗ്യാസ് ഇല്ല, ഉള്ള ഗ്യാസാണ്. ഡിലീഷ്യസ് ആയിട്ടുണ്ട്. ഡിലീഷ്യസാ? എങ്ങനെയാണ് മന്തി? മന്തി എങ്ങനെ ഉണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇങ്ങനെ മന്തി എങ്ങനെ ഉണ്ട്? എനിക്ക് ഈ തൊടയിലെ പീസാണ് ശരിക്കും ഇഷ്ടം. തൊടയിലെ പീസ് എന്ത് സോഫ്റ്റാണെന്ന് അറിയോ? ഭയങ്കര സോഫ്റ്റ് ആണ് തൊട പീസ്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ കുറച്ചുകൂടി നല്ല മാങ്ങാക്കറിയും കഴിച്ചുകൊണ്ട് ഭയങ്കര വലിയ ഹെവി വിശപ്പില്ല എനിക്ക്. നമ്മൾ അൽബേക്കിന്റെ ഒരു കുഞ്ഞു ബർഗറാണ് കഴിച്ചത്. അൽബേക്കിന്റെ ബർഗർ ഓഫർ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അതിലൂടെ ഞാൻ എക്സ്ട്രാ ഫ്രൈസ് ഒന്നുമില്ല, ഓൺലി ബർഗർ. അൽബേക്ക് എന്നാ കമ്പനിയല്ലേ, ഹെവി ആയിട്ട് വന്നു. പക്ഷെ കേസിന് അത്രയും ഹൈപ്പ് ഇല്ല അതിന്. ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പെർസെന്റേജ് ഓഫർ ഉണ്ട്? എന്താ അറിയോ, അൽബേക്കിനെ പറ്റി ഞാൻ കേട്ടൊരു കേൾവിയാണ്, ഒറിജിനൽ എനിക്ക് അറിഞ്ഞുകൂടാ. അൽബേക്കിൽ സെയിൽ നടന്നു കഴിഞ്ഞാൽ ടോട്ടൽ സെയിലിന്റെ, അതായത് ഇപ്പോൾ 10 റംസിന് സാധനം മേടിച്ച് അതിന് 1% സ്ട്രൈറ്റ് ഹദിയ. ഏത് കസ്റ്റമറുടെ ഫുൾ ഡേ ടോട്ടൽ ഡേ സെയിലിന്റെ ടോട്ടൽ സെയിലിന്റെ 1% ചാരിറ്റി. അങ്ങനെ ഞാൻ കേട്ടത്, സത്യമാണെന്ന് കാരണൂടാ. എത്ര മന്തി കഴിച്ചാലും അവസാനത്തെ ഈ ഡ്യൂ ഇത് കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, വേറെ ലെവൽ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് താങ്ങുമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ വലിയ താഴിലുള്ളതാണ്. എന്താടാ ബോണ്ട കൊടുത്ത് കളിയാക്കുന്ന. Yo guys, monty finish and Dilly നീ ആ പേയ്മെന്റ് കൊടുക്കാൻ പോകുന്നു. My God, എന്താടാ ഇത്? കുറയ്ക്കണം, വയറ് കുറയ്ക്കണം, സീരിയസ്ലി വയറ് കുറയ്ക്കണം. He's going to have the tea. Thank you. ഈ ചായക്കൊരു പ്രത്യേകത ഉണ്ട്, ഇത് കുടിക്കുമ്പോഴത്തേക്ക് നമ്മളെ ദഹനം വിൽ ബി സോ ഈസി. അടുത്തോട്ട് പോയില്ലേ ഹോട്ടൽ കഴിഞ്ഞില്ല, ഇല്ല അത് ബാക്കിയൊന്ന് വടക്കാം. ആശിക്കണോ? എന്റെ ചായ ഇവിടെ തന്നെ. എങ്ങനെ ഉണ്ട് ചായ? 25. ഞാൻ കൊടുക്കട്ടെ? എല്ലാത്തിനും പൈസ പാമ്പ് പോടാ അവിടെ നിന്ന്. ആ പാമ്പ് ഗായ്സ്, അവിടെ ആൾക്കാർക്ക് എന്ത് വെള്ളം അടിക്കാൻ പോകല്ല ന്യൂ ഇയറിന്? നീ അടിക്കേ കുടിക്കേ പെടുത്തി. ഞാൻ അടിക്കുന്നതല്ല, ആൾക്കാർക്ക് ന്യൂ ഇയറിന് എന്താ വെള്ളം അടിക്കാൻ പറ്റൂല? ഈ ഞാൻ ചോദിച്ചോട്ടെ, ഈ വെള്ളം അടിക്കുന്ന ആൾക്കാർ എന്തിനാ പാമ്പെന്ന് പറയുന്ന? എന്താണ് നിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ? വൈ ദേ ആർ കോളിംഗ് ഹിം എ പാമ്പു? They are walking like a palm. പാമ്പിന് കാലുണ്ടോ? എടാ ഞാൻ ഇവിടെ ഒരു ഫീസിബിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. വെള്ളം അടിച്ച് പോകുന്നവരെന്തിനാ പാമ്പെന്ന് വിളിക്കുന്ന? വൈ? ഇവിടെ മന്തി കഴിച്ച് അതായത് തറയിൽ കൂടെ കഴിഞ്ഞു പോകും. തറയിൽ കൂടെ അല്ല, നടക്കുമ്പോ തന്നെ ഇങ്ങനെ സാധാരണ പാമ്പ് തറയിൽ കൂടെ ഇഴഞ്ഞാ പോണത്. മനുഷ്യൻ റോഡിൽ കൂടെ ഇഴഞ്ഞു അടിച്ചു കഴിഞ്ഞാലും പല രീതിയിലാണ് ആൾ പോകുന്നത്. ഉദാഹരണം പിന്നെ വല്ലതിന്റെ തോളി കയറിപ്പോ, അതുകൊണ്ടാണ് പാമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് തരം പാമ്പാണ് നിന്റെ അറിവിലുള്ളത്? ഞാൻ കണ്ടിട്ടുള്ളത്. നിന്റെ അറിവ് എത്ര പാമ്പുകൾ കണ്ടിട്ടുണ്ട്? ഒന്ന്. അതാരി എന്താണ് സ്റ്റാൻഡേർഡ്? എന്റെ ചാനൽ വല്ലോ നിന്റെ ഡയലോഗ് കൊണ്ട് ഇതായാ നോക്കിക്കോ, തീർക്കും ഞാൻ. എടാ 9 പേര് എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ വീഡിയോസ് കണ്ട് എന്നിൽ
ഈ 9 പേരിൽ 3 പേര് നമ്മളല്ലേ? ഇല്ല 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 ഇല്ല. നീ ചെയ്തിട്ടുണ്ടോ? അപ്പൊ രണ്ടെണ്ണം നീയാ? ഒന്നുമില്ല, നമ്മൾ ടീം ആരുമില്ല, ഇവനെ മാത്രമേ അറിയുള്ളൂ. ഇതില് ഇത് പിടിച്ചോടാ. ഇപ്പൊ കിട്ടൂല മോനെ കിട്ടിയത് നമ്മൾ പൊടിക്കാൻ എവിടെ വെച്ചിട്ട്? ആ പാടില്ല, 12 ശേഷം പാടില്ല. പാടുന്നില്ല, എളുപ്പമാരെ പൊട്ടിക്കണം. 12 മണിക്കല്ലേ പൊട്ടിക്കണം, 12 ശേഷം പാടില്ല. എടാ പൊട്ടിച്ചാ മതി. എടാ അങ്ങനെയല്ല, എടാ നേരത്തെ എന്നോടാ കൈയടി കൊടുത്ത? നേരത്തെ എന്തോ പറഞ്ഞല്ല, മന്തിക്കുഴിന്ന. അല്ല, എന്തിനാ കൈ കൊടുത്ത? എന്തിനാണ് കൈ അടിച്ചത്? എടാ അതിലല്ലടാ, ഇവന് കൊടുത്ത അവാർഡിന്റെ പേരെന്തിനായിരുന്നു? 2026 ഫസ്റ്റ് കോമഡി. 2026 ഫസ്റ്റ് വെളുപ്പ്. ഓക്കെ വിട്ടോടുത്ത്. മോനെ, എടാ നിന്റെ വണ്ടിയിൽ പറഞ്ഞിരിക്കാൻ പറ്റുമോ? പിന്നെ വണ്ടി നിറയെ സാധനം, നമുക്ക് നടന്നിട്ട് വരാം. ഒരു കുറച്ച് സാധനം എവിടെ നടക്കാനായിട്ട്? ബീച്ചിൽ പോകണമെന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇത് മറക്കല്ലേ, നല്ല എടാ ശരിക്കും പറഞ്ഞ ഇതാണ് ഫുള്ള്. ശരിക്കും പറഞ്ഞ ഇതാണ് ഫുള്ള്. ദിസ് ഈസ് കോൾഡ് ഫുള്ളു. സീരിയസ്ലി ദിസ് ഈസ് കോൾഡ് ഫുള്ളു. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ന്യൂ ഇയർ ഈവ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് വാക്ക്. ദിലി ഹാപ്പി ന്യൂ ഇയർ. ഫൈസി ഹാപ്പി ന്യൂ ഇയർ. ഹാഷി ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അതൊന്നും ഞാൻ പറയൂല. സോ ഗൈസ്, ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡു വാട്ട് എവർ ദാറ്റ് യു വാണ്ട്. ആൻഡ് ഗൈസ്, stay tuned to my channel. And this is my very first vlog. I'll try to continue my video. And guys, see you. Thank you so much. And wish you a happy new year. Thank you. Bye.